നമസ്കാരം. ഷെക്കേന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ അനൂപ് ജോസഫ്. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലേക്ക്. സുവിശേഷം പ്രസംഗിക്കുന്നതിന് ആരെങ്കിലും തന്നെ വിമർശിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് സത്യത്തിന്റെ അടിസ്ഥാനത്തിലാകണമെന്ന് വ്യക്തമാക്കി ലിയോ 14 പാപ്പ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ വിമർശനങ്ങൾക്ക് മറുപടിയായാണ് പാപ്പയുടെ പ്രതികരണം. സുവിശേഷം പ്രസംഗിക്കുന്നതിന് ആരെങ്കിലും തന്നെ വിമർശിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് സത്യത്തോടെ ചെയ്യുക എന്ന് ട്രംപിന്റെ ആരോപണങ്ങളോട് പ്രതികരിച്ച് ലിയോ 14 പാപ്പ. വർഷങ്ങളായി ആണവായുധങ്ങൾക്കെതിരെ സഭ ശബ്ദമുയർത്തിയിട്ടുണ്ട്. ദൈവവചനത്തിന്റെ ഊഷ്മളത ഉൾക്കൊണ്ട് തന്നെ ശ്രവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പാപ്പ പറഞ്ഞു. കാസ്റ്റൽ ഗാൻഡോൾഫോയിൽ നിന്ന് റോമിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പാപ്പ. സഭയുടെ ദൗത്യം സുവിശേഷം പ്രസംഗിക്കുകയും സമാധാനം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതാണെന്ന് പാപ്പ വ്യക്തമാക്കി. സുവിശേഷം പ്രസംഗിക്കുന്നതിനാൽ തന്നെ വിമർശിക്കണമെങ്കിൽ അത് സത്യത്തിന്റെ അടിസ്ഥാനത്തിലാകണം. ആണവായുധങ്ങൾക്കെതിരെ സഭ വർഷങ്ങളായി നിലപാടെടുത്തിട്ടുണ്ടെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. ഇറാന് ആണവായുധങ്ങൾ അനുവദനീയമാണെന്ന തരത്തിൽ പാപ്പ അഭിപ്രായപ്പെട്ടതായി ട്രംപ് വീണ്ടും ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ ട്രംപിന്റെ ആരോപണങ്ങൾ പാപ്പ തള്ളി. ആണവായുധങ്ങൾക്കെതിരെ സഭ സ്ഥിരമായി സംസാരിച്ചു വരികയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ദൈവവചനത്തിന്റെ ഊഷ്മളത ഉൾക്കൊണ്ട് തന്നെ ശ്രവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും തെരഞ്ഞെടുക്കപ്പെട്ട നാൾ മുതൽ സമാധാന സന്ദേശം തന്നെയാണ് താൻ മുന്നോട്ട് വെച്ചതെന്നും പാപ്പ വ്യക്തമാക്കി. ആദ്യ നിമിഷം മുതൽ താൻ പറഞ്ഞതിതാണ്, നിങ്ങളോടൊപ്പം സമാധാനമുണ്ടാകട്ടെ, പാപ്പ കൂട്ടിച്ചേർത്തു. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിലും കത്തോലിക്കർ ഉൾപ്പെടെ അനേകരുടെ ജീവൻ അപകടത്തിലാക്കുന്നതിലും ലിയോ 14 പാപ്പയ്ക്ക് പ്രശ്നമില്ലെന്ന് വീണ്ടും ട്രംപ് അവകാശവാദം ഉന്നയിച്ചിരുന്നു. എന്നാൽ ട്രംപിന്റെ വാദങ്ങളിൽ ആഗോള ക്രൈസ്തവ പ്രതിഷേധം ഇരമ്പുകയാണ്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി മെയ് 7 നടക്കാനിരിക്കുന്ന കൂടിക്കാഴ്ചയെക്കുറിച്ച് പ്രതികരിക്കവേ വിശ്വാസത്തോടെയും തുറന്ന മനസ്സോടെയും നല്ല സംവാദം ഉണ്ടാകുമെന്ന പ്രതീക്ഷയും പാപ്പ പ്രകടിപ്പിച്ചു. പരസ്പരം മനസ്സിലാക്കാനുള്ള അവസരമായി ഈ കൂടിക്കാഴ്ച മാറുമെന്നാണ് വത്തിക്കാൻ പ്രതീക്ഷിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകളിൽ നിർണായക വഴിത്തിരിവ്. ഇറാനുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ വലിയ പുരോഗതി ഉണ്ടായതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വർഷങ്ങളായുള്ള ശത്രുത അവസാനിപ്പിക്കുന്ന ഒരു സ്ഥിര കരാർ ഉടൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്ക ഇറാൻ ചർച്ചകൾ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇറാൻ പ്രതിനിധികളുമായി കഴിഞ്ഞ ദിവസം നടത്തിയ കൂടിക്കാഴ്ചകൾ മികച്ച ഫലം നൽകിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. അമേരിക്കയും ഇസ്രായേലും ഇറാനുമായുള്ള സൈനിക രാഷ്ട്രീയ സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്ന ഒരു ചരിത്ര കരാറിനാണ് ഇപ്പോൾ കളമൊരുങ്ങുന്നത്. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതും അന്താരാഷ്ട്ര എണ്ണ വിപണിയിലെ തടസ്സങ്ങൾ നീങ്ങുന്നതും കരാറിലെ പ്രധാന നിബന്ധനകളായിരിക്കും. അതേസമയം ഇറാനെ ആണവായുധം സ്വന്തമാക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ ട്രംപ് ഉറച്ചു നിൽക്കുകയാണ്. ഇറാന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് നല്ലൊരു അവസരമാണെന്നും ഈ അവസരം വിനിയോഗിച്ചില്ലെങ്കിൽ വീണ്ടും ആക്രമണത്തിലേക്ക് പോകുമെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം യുദ്ധത്തിന് അന്ത്യം കുറിക്കാൻ ലക്ഷ്യമിട്ടുള്ള പുതിയ സമാധാന നിർദ്ദേശം ഇറാൻ പരിഗണിക്കുന്നതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു കരാറിൽ എത്താറായെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഇറാന്റെ ഈ പ്രതികരണം. പാകിസ്ഥാൻ വഴിയാണ് US തങ്ങളുടെ നിർദ്ദേശങ്ങൾ ഇറാനെ അറിയിച്ചത്. ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം താൽക്കാലികമായി നിർത്തിവെക്കുക, US ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ നീക്കം ചെയ്യുക, മരവിപ്പിച്ച ഇറാൻ ഫണ്ടുകൾ തിരികെ നൽകുക എന്നിവയാണ് പ്രധാന നിർദ്ദേശങ്ങളെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. US നിർദ്ദേശങ്ങളിലുള്ള തങ്ങളുടെ അഭിപ്രായങ്ങൾ പാകിസ്ഥാൻ മധ്യസ്ഥർ വഴി അറിയിക്കുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ക്രിസ്തു അമരക്കാരനായ സഭാനൗകയുടെ ചുക്കാൻ പിടിച്ചുള്ള ലിയോ 14 പാപ്പയുടെ സ്നേഹയാത്രയ്ക്ക് ഒരാണ്ട്. പാപ്പയുടെ ഒരു വർഷത്തെ അജപാലന യാത്രയിലൂടെ ലിയോ 14 പാപ്പ വലിയ മുക്കുവനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് ഒരു വർഷം പൂർത്തിയാകുന്നു. ഫ്രാൻസിസ് പാപ്പയുടെ ദേഹവിയോഗത്തെ തുടർന്ന് കൂടിയ കോൺക്ലേവിന്റെ 2ാം ദിവസമായ 2025 മെയ് 8 കർദിനാൾ റോബർട്ട് പ്രിവോസ്റ്റ് കത്തോലിക്ക സഭയിലെ 267ാമത്തെ പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടു. എല്ലാ വിധത്തിലുള്ള മാനുഷിക സാധ്യതകളെയും അതിലംഘിക്കുന്ന വിധത്തിലുള്ള ദൈവിക ഇടപെടലിന്റെ നേർസാക്ഷ്യമെന്ന് മാത്രമേ ആ തെരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിക്കാനാവൂ. കാരണം വളരെ അപ്രതീക്ഷിതമായിരുന്നു ആ തെരഞ്ഞെടുപ്പ്. അമേരിക്കക്കാരനായ ഒരു വ്യക്തി ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെടുക എന്നത് മനുഷ്യന്റെ ആലോചനകൾക്ക് വഴങ്ങുന്നതായിരുന്നില്ല. പക്ഷേ സംഭവിച്ചത് അതായിരുന്നു.
ഞാനൊരു അമേരിക്കക്കാരനാണ്, എന്നെ തിരഞ്ഞെടുക്കാൻ കഴിയില്ല എന്നായിരുന്നു കോൺക്ലേവിൽ പങ്കെടുത്തപ്പോൾ കർദിനാൾ റോബർട്ട് പ്രിവോസ്റ്റ് സുഹൃത്തായ കർദിനാളിനോട് പറഞ്ഞിരുന്നത് പോലും. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ തീരുമാനം മറ്റൊന്നായിരുന്നു. അതുകൊണ്ടാണ് അന്ന് സിസ്റ്റൈൻ ചാപ്പലിൽ നിന്നുള്ള വെള്ളപ്പുക ഉയർന്നപ്പോൾ കർദിനാൾ പ്രോട്ടോ ഡീക്കനായ കർദിനാൾ ഡൊമിനിക് മെമ്പർട്ടി സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ സെൻട്രൽ ലോഗിയിൽ നിന്ന് ആദ്യമായി ഹബെമൂസ് പാപ്പം പ്രഖ്യാപനം നടത്തിയ നിമിഷം പരമ്പരാഗതമായ പേപ്പൽ സ്റ്റോളും മൊസറ്റയും ധരിച്ച് കർദിനാൾ റോബർട്ട് പ്രിവോസ്റ്റ് ലയോ 14 പാപ്പയായി പ്രത്യക്ഷപ്പെട്ടത്. അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള രണ്ടാമത്തെ പാപ്പയായി, അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിൽ നിന്നുള്ള ആദ്യ പാപ്പയായി ലയോ 14 പാപ്പ മാറുകയായിരുന്നു. മെയ് 18 തീയതിയായിരുന്നു ലയോ 14 എന്ന പേര് സ്വീകരിച്ച് കർദിനാൾ റോബർട്ട് പ്രിവോസ്റ്റ് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തത്. ഐക്യത്തിനും സ്നേഹത്തിനും ഊന്നൽ നൽകിക്കൊണ്ടുള്ളതായിരുന്നു ലയോ 14 പാപ്പയുടെ ഉദ്ഘാടന പ്രസംഗം. യാതൊരു യോഗ്യതയുമില്ലാതെയാണ് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടത്. നമ്മൾ എല്ലാവരും ഏക കുടുംബത്തിൽ ഒന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവസ്നേഹത്തിന്റെ പാതയിൽ നിങ്ങളോടൊപ്പം ചരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെയും സന്തോഷത്തിന്റെയും ദാസനാകാൻ ആഗ്രഹിക്കുന്ന ഒരു സഹോദരനായി ഞാൻ ഭയത്തോടും വിറയലോടും കൂടി നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നു എന്ന് പറഞ്ഞ പാപ്പ ഒത്തൊരുമിച്ച് ഒരു ജനതയായി സഹോദരങ്ങളെ പോലെ നമുക്ക് ദൈവത്തിലേക്ക് നടന്നു നീങ്ങാം, പരസ്പരം സ്നേഹിക്കാമെന്നും ആഹ്വാനം മുഴക്കി. ഇൻ ദ വൺ വി ആർ വൺ എന്നതായിരുന്നു പാപ്പയുടെ ആപ്തവാക്യം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 2 ലക്ഷത്തിലധികം പേരാണ് ലയോ പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുത്തത്. റോമിന്റെ മെത്രാന്റെ സ്ഥാനിക ദേവാലയവും കത്തീഡ്രലുമായ സെയിന്റ് ജോൺ ലാറ്ററൻ ബസിലിക്കയിൽ 2025 മെയ് 25 തീയതി പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടായിരുന്നു ലയോ പാപ്പ റോമിന്റെ മെത്രാൻ പദവി ഏറ്റെടുത്തത്. ഫ്രാൻസിസ് പാപ്പയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടുള്ളതായിരുന്നു ലയോ പാപ്പയുടെ ആദ്യ സന്ദേശം തന്നെ. തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ മേരി മേജർ ബസിലിക്കയിലെത്തി ഫ്രാൻസിസ് പാപ്പയുടെ ഖബറിടത്തിൽ വെള്ള റോസാ പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ലയോ പാപ്പയെയാണ് ലോകം കണ്ടത്. ഒരു വർഷത്തിനിടയിൽ ലയോ പാപ്പ നടത്തിയ ആദ്യ വിശുദ്ധപദ പ്രഖ്യാപനങ്ങൾ കാർലോ അക്വിറ്റസിന്റെയും പിയർ ജോർജിയോ ഫ്രെസാട്ടിയുടെയുമായിരുന്നു. മുൻഗാമിയായ ഫ്രാൻസിസ് പാപ്പ നടത്തേണ്ടിയിരുന്നതും എന്നാൽ നടക്കാതെ പോയതുമായ തുർക്കി ലെബനോൻ സന്ദർശനമായിരുന്നു ലയോ 14 പാപ്പ നടത്തിയ ആദ്യത്തെ അന്താരാഷ്ട്ര അപ്പസ്തോലിക പര്യടനം. നവംബർ 27 മുതൽ ഡിസംബർ 2 വരെ നടത്തിയ ആ യാത്ര മതാന്തര സംവാദത്തിനും എക്യുമെനിക്കൽ കൂട്ടായ്മകൾക്കും വേണ്ടിയുള്ളതായിരുന്നു. നിക്യ കൗൺസിലിന്റെ 1700ാമത് വാർഷികം പ്രമാണിച്ച് എക്യുമെനിക്കൽ പ്രാർത്ഥനയിൽ പങ്കെടുത്തതും പാത്രിയർക്കീസ് ബർത്തലോമിയോ ഒന്നാമനുമായി കണ്ടുമുട്ടിയതും ഈ യാത്രയിലെ സവിശേഷതകളായിരുന്നു. ലയോ പാപ്പയുടെ ഏറ്റവും ദൈർഘ്യമുള്ള അപ്പസ്തോലിക യാത്ര 2026 ഏപ്രിൽ 13 മുതൽ 23 വരെയായിരുന്നു. 10 ദിവസം നീണ്ട യാത്രയിൽ 4 രാജ്യങ്ങളാണ് പാപ്പ സന്ദർശിച്ചത്. അൾജീരിയ, കാമറൂൺ, അങ്കോള, ഇക്വറ്റോറിയൽ ഗിനിയ എന്നിവയായിരുന്നു പ്രസ്തുത രാജ്യങ്ങൾ. മാർച്ചിൽ ഒരൊറ്റ ദിവസത്തേക്കുള്ള മൊണാക്കോ സന്ദർശനവും പാപ്പ നടത്തിയിരുന്നു. ഈ വർഷം തന്നെ പാപ്പ നടത്താൻ പോകുന്ന മറ്റൊരു അപ്പസ്തോലിക യാത്രയെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ജൂൺ 6 മുതൽ 12 വരെയുള്ള സ്പെയിൻ യാത്രയാണ് അത്. കത്തോലിക്ക സഭയിൽ ദീർഘകാലം നിലനിന്നിരുന്നതും ആഭ്യന്തര ചർച്ചകൾക്ക് വഴിയൊരുക്കിയതുമായ ഒരു വിഷയത്തെ സംബന്ധിച്ച് അന്തിമ വിരാമം കുറിച്ചുകൊണ്ടുള്ള ശക്തമായ നിർദ്ദേശം നൽകാനും പാപ്പയ്ക്ക് ഈ കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ട്. യേശു ക്രിസ്തുവിനൊപ്പം മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തെ സഹരക്ഷക എന്ന് വിളിക്കരുത് എന്നായിരുന്നു വിശ്വാസി സമൂഹത്തിന്റെ അമ്മ എന്ന പ്രബോധന കുറിപ്പിലൂടെ പാപ്പ വിശ്വാസി സമൂഹത്തെ ഓർമ്മിപ്പിച്ചത്. ലയോ പാപ്പയുടെ ആദ്യ ചാക്രിക ലേഖനം മെയ് 15 തീയതി പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തന്റെ പേര് സ്വീകരണത്തിന് കാരണക്കാരനായ ലയോ 13 പാപ്പയുടെ പ്രസിദ്ധ ചാക്രിക ലേഖനമായ റേരും നൊവാരും പ്രകാശനം ചെയ്യപ്പെട്ടതും 1891 മെയ് 15 തീയതിയായിരുന്നു എന്ന പ്രത്യേകത കൂടി ഉണ്ട്. 1ാം വാർഷിക ദിനത്തിൽ ഇറ്റലിയിലെ പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ പോംപെയിലായിരിക്കും പാപ്പ. പോംപെ മാതാവിന്റെ തിരുനാൾ ദിനം കൂടിയാണ് അന്ന്. സുവിശേഷം പ്രസംഗിക്കുക മാത്രമാണ് തന്റെ ദൗത്യമെന്ന് ലോകത്തോട് ഇതിനകം പല തവണ ലയോ 14 പാപ്പ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. സമാധാനത്തിന് വേണ്ടിയുള്ള ആഹ്വാനമാണ് ഈ കാലയളവിൽ മുഴുവൻ അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത്. ഏത് രാജ്യമെന്ന് മുഖം നോക്കിയല്ല, ലോകം മുഴുവൻ സമാധാനം നിറയാൻ വേണ്ടിയാണ് പാപ്പയുടെ ശ്രമം.
ലോക സമാധാനത്തിനു വേണ്ടി പാപ്പയുടെ നേതൃത്വത്തിൽ വത്തിക്കാനിൽ ഏപ്രിൽ 11 പ്രാർത്ഥനാ ദിനം നടത്തിയതും ഇതോട് ചേർത്ത് വേണം വായിക്കാൻ. അതുകൊണ്ടാണ് സമാധാനം അന്വേഷിക്കാത്തവരോട് ദൈവം കണക്ക് ചോദിക്കുമെന്ന് വരെ പറയാൻ അദ്ദേഹത്തിന് മടിയില്ലാത്തത്. സമാധാന ഭഞ്ജകരോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം പുലർത്തുന്ന അദ്ദേഹത്തിന്റെ സമീപനം ചില ലോക നേതാക്കളെ വിരളി പിടിപ്പിച്ചപ്പോഴും സമാധാന രാജാവായ ക്രിസ്തുവിന്റെ അനുയായിയായി സമാധാന ശ്രമങ്ങൾക്ക് വേണ്ടിയുള്ള തന്റെ അജപാലന ദൗത്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ലയോ 14 പാപ്പ. അതോടൊപ്പം സ്വവർഗ വിവാഹത്തിനെതിരെയും ഗർഭചിത്രങ്ങൾക്കെതിരെയും പാപ്പ ആവർത്തിച്ച് സ്വരമുയർത്തിയിട്ടുണ്ട്. അമേരിക്കയിൽ ജനിച്ച് US, പെറു, വത്തിക്കാൻ പൗരത്വങ്ങൾ സ്വന്തമാക്കിയ, പെറുവിൽ നിന്ന് വിശുദ്ധ പത്രോസിന്റെ സിംഹാസനം വരെ എത്തിയ കർദിനാൾ റോബർട്ട് പ്രിവോസ്റ്റിനെ ലയോ 14 പാപ്പയാക്കിയ വഴിത്താരയിൽ ദൈവിക ഇടപെടലും പദ്ധതികളും ഇഴചേർന്ന് കിടക്കുന്നുണ്ട്. ഓരോ കാലഘട്ടത്തിനും അതിനാവശ്യമായ ഇടയന്മാരെ നൽകുമെന്ന തിരുവചനത്തിന് അനുസൃതമായി നമ്മുടെ കാലത്തിന് ഇതുപോലൊരു പാപ്പയെ നൽകിയ സ്വർഗീയ പിതാവിന് നമുക്ക് നന്ദി പറയാം. പിന്നിട്ട് വന്ന ഒരു വർഷക്കാലം ആഗോള കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലെ സുവർണ നിമിഷങ്ങൾക്കാണ് നാം സാക്ഷ്യം വഹിച്ചത്. ഇനിയുള്ള കാലം അതിനേക്കാൾ മനോഹരമായി തീരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലയോ 14 പാപ്പയ്ക്ക് എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനാപൂർവം നേരുന്നു. മാർപ്പാപ്പയായിട്ട് വെറും ഒരു വർഷം, എന്നാൽ സമാധാന അഭ്യർത്ഥനകൾ നടത്തിയത് 400 തവണ. കത്തോലിക്ക തിരുസഭയുടെ പരമാധ്യക്ഷനായിരിക്കുന്ന പോപ്പ് ലിയോ 14 മാർപ്പാപ്പയാണ് പേപ്പൽ ശുശ്രൂഷയിലേക്ക് വന്നതിന് ശേഷം സമാധാനത്തിനായി വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് സമാധാന അഭ്യർത്ഥന നടത്തിയിരിക്കുന്നത്. ലയോ 14 പാപ്പ ആഗോള കത്തോലിക്ക സഭയിലെ 267ാമത് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത് 2025 മെയ് 8 സമാധാനം ആശംസിച്ചുകൊണ്ടായിരുന്നു പാപ്പ ലോകത്തെ ആദ്യമായി അഭിസംബോധന ചെയ്തത്. മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ട് 1 വർഷം പിന്നിടുമ്പോൾ സമാധാനത്തിനായി പാപ്പ അഭ്യർത്ഥന നടത്തിയത് ഏകദേശം 400-ലധികം തവണയാണ്. വത്തിക്കാനിലെ സമാധാനത്തെക്കുറിച്ചുള്ള പാപ്പയുടെ ആദ്യ പരാമർശങ്ങൾ മുതൽ 1 മാസം മുൻപ് കാമറൂണിലെ ബമൻഡയിൽ സെന്റ് ജോസഫ്സ് കത്തീഡ്രലിൽ പ്രാദേശിക സമൂഹവുമായുള്ള അനുരഞ്ജനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി നടന്ന ഒരു യോഗത്തിൽ പറഞ്ഞ സമാധാനത്തിനായുള്ള അഭ്യർത്ഥനകൾ വരെ ലയോ പാപ്പയുടെ കൂട്ടായ്മയുടെ സമാധാനത്തിന്റെ സന്ദേശം ലോകം മുഴുവനും വ്യാപിച്ചിരുന്നു. സമാധാനത്തിനായി ലയോ പാപ്പ നടത്തിയ അഭ്യർത്ഥനകളിൽ പ്രധാനപ്പെട്ടത് വിശുദ്ധവാരത്തിൽ സമാധാനത്തിനായി നടത്തിയ ആവർത്തിച്ചുള്ള അഭ്യർത്ഥനയാണ്. ഓശാന ഞായറാഴ്ച രാവിലെ ദൈവത്തിന്റെ പേരിൽ ആർക്കും യുദ്ധത്തെ ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് പാപ്പ പറഞ്ഞു. യുദ്ധം ചെയ്യുന്നവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല, അത് നിരസിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥനകൾ ഉയർത്തിയാലും ഞാൻ കേൾക്കില്ല. നിങ്ങളുടെ കൈകൾ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സമാധാനത്തിനും ഐക്യത്തിനുമായി ലയോ 14 പാപ്പ ലോകത്തോട് ആവർത്തിച്ച് ആഹ്വാനം ചെയ്യുന്നത് തുടരുകയാണ്. ആധുനിക ലോകം നേരിടുന്ന വെല്ലുവിളികളും സാങ്കേതിക വിപ്ലവങ്ങളും ചർച്ച ചെയ്തുകൊണ്ടുള്ള ലിയോ 14 മാർപ്പാപ്പയുടെ പ്രഥമ ചാക്രിക ലേഖനത്തിൽ മെയ് 15 ഒപ്പുവയ്ക്കും. മാഗ്നിഫിക്ക ഹ്യൂമാനിത്താസ്, മഹത്തായ മാനവികത എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ഈ ചാക്രിക ലേഖനം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ആഗോള സമാധാനം മുതലായ വിഷയങ്ങളെ ചർച്ച ചെയ്തിട്ടുള്ളതായിരിക്കാമെന്നാണ് സൂചന. ആധുനിക ലോകം നേരിടുന്ന വെല്ലുവിളികളും സാങ്കേതിക വിപ്ലവങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് ലയോ 14 മാർപ്പാപ്പയുടെ പ്രഥമ ചാക്രിക ലേഖനത്തിൽ മെയ് 15 പാപ്പ ഒപ്പുവയ്ക്കും. മാഗ്നിഫിക്ക ഹ്യൂമാനിത്താസ്, അതായത് മഹത്തായ മാനവികത എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ഈ ചാക്രിക ലേഖനം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ആഗോള സമാധാനം, സുസ്ഥിരമായ ലോകക്രമം എന്നിവയിലൂന്നിയുള്ളതാകുമെന്ന് വത്തിക്കാൻ അറിയിച്ചു. കത്തോലിക്ക സഭയുടെ സാമൂഹിക പ്രബോധനങ്ങളിൽ നിർണായകമായ റേരും നൊവാരും എന്ന ചാക്രിക ലേഖനത്തിന്റെ വാർഷിക ദിനത്തിലാണ് ലയോ പാപ്പ തന്റെ പ്രഥമ ചാക്രിക ലേഖനത്തിൽ ഒപ്പുവയ്ക്കേണ്ടതെന്ന പ്രത്യേകതയും കൂടിയുണ്ട്. 1891 മെയ് 15 ലയോ 13 മാർപ്പാപ്പയാണ് റേരും നൊവാരും എന്ന ചാക്രിക ലേഖനം പുറത്തിറക്കിയത്. ഇതിൽ തൊഴിലാളി വർഗത്തിന്റെ അവകാശങ്ങളെക്കുറിച്ചും സാമൂഹിക നീതിയെക്കുറിച്ചും പാപ്പ പ്രതിപാദിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യന്റെ തൊഴിലിനെയും സാമൂഹിക ഉത്തരവാദിത്തങ്ങളെയും എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഗൗരവമായ നിരീക്ഷണങ്ങൾ ലേഖനത്തിലുണ്ടാകും. കൂടാതെ നിലവിലുള്ള യുദ്ധ സാഹചര്യങ്ങളും രാജ്യാന്തര നിയമങ്ങളുടെ തകർച്ച ഉയർത്തുന്ന ഭീഷണികളും പുതിയ ചാക്രിക ലേഖനത്തിൽ ചർച്ചയാകും. സഭയുടെ സാമൂഹിക പ്രബോധനങ്ങൾ മാറുന്ന ലോകത്തിനനുസരിച്ച് വികസിക്കുന്നതാണെന്ന സന്ദേശമാണ് ഇതിലൂടെ മാർപ്പാപ്പ നൽകുന്നത്. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ക്രൂയിസ് കപ്പലിൽ പടർന്നു പിടിച്ച ഹൻഡ വൈറസ് ബാധയ്ക്ക് കോവിഡ്-19 മഹാമാരിയുടെ പ്രാരംഭഘട്ടവുമായി സാമ്യമില്ലെന്ന് ലോകാരോഗ്യ സംഘടനാ തലവൻ തെദ്രോസ് അദാനും ഗബ്രിയേസസ് പറഞ്ഞു. അതേസമയം കപ്പലിൽ മരണത്തിന് കാരണമായത് ഹൻഡ വൈറസ് ബാധയാണെന്ന് ലോകാരോഗ്യ സംഘടന സ്ഥിരീകരിച്ചു.
അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന ഹോണ്ടിയസ് എന്ന ആഡംബര വിനോദസഞ്ചാര കപ്പലിൽ മരണത്തിന് കാരണമായത് ഹാൻഡ വൈറസ് ബാധയാണെന്ന് ലോകാരോഗ്യ സംഘടന സ്ഥിരീകരിച്ചു. കപ്പലിലെ യാത്രക്കാർക്കിടയിൽ ഗുരുതരമായ ശ്വാസകോശ രോഗങ്ങൾ പടരുന്നതായി യുണൈറ്റഡ് കിങ്ഡം അറിയിച്ചതിനെ തുടർന്നാണ് ലോകാരോഗ്യ സംഘടന ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇതുവരെ ആകെ 8 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ 5 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു, 3 പേർ മരണപ്പെട്ടു. മറ്റ് 3 പേർക്ക് രോഗബാധയുണ്ടെന്ന് സംശയിക്കുന്നുണ്ട്. രോഗം ബാധിച്ചവരിൽ 3 പേർക്ക് ഹാൻഡ വൈറസിന്റെ അപകടകാരിയായ സ്ട്രെയിൻ ബാധിച്ചതായാണ് സംശയിക്കുന്നത്. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുവാൻ സാധ്യതയുള്ള വൈറസ് വകഭേദമാണിത്. അതേസമയം ഹാൻഡ വൈറസ് ബാധയ്ക്ക് COVID-19 മഹാമാരിയുടെ പ്രാരംഭഘട്ടവുമായി സാമ്യമില്ലെന്ന് ലോകാരോഗ്യ സംഘടനാ തലവൻ ടെഡ്രോസ് അദാനം ഗെബ്രിയോസ് പറഞ്ഞു. മെയ് 6 വാർത്താ ഏജൻസിയായ AFPയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോവിഡ് മഹാമാരിയുടെ പ്രാരംഭഘട്ടത്തിന് സമാനമായ സാഹചര്യമാണോ ഇതെന്ന ചോദ്യത്തിന് അല്ല എന്നാണ് ടെഡ്രോസ് മറുപടി നൽകിയത്. നിലവിൽ ഇതൊരു ആഗോള അടിയന്തരാവസ്ഥയെ പ്രഖ്യാപിക്കേണ്ട സാഹചര്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എലികളിൽ നിന്നാണ് ഈ വൈറസ് പ്രധാനമായി മനുഷ്യരിലേക്ക് പകരുന്നത്. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നത് അതീവ വിരളമാണെന്ന് WHO വിദഗ്ധർ പറയുന്നു. കപ്പലിലെ സാഹചര്യം നിരീക്ഷിച്ചു വരികയാണെന്നും എന്നാൽ നിലവിൽ ഇതിനെ കോവിഡിന്റെ തുടക്കവുമായി താരതമ്യം ചെയ്യേണ്ടതില്ലെന്നും WHO മേധാവി വ്യക്തമാക്കി. കപ്പലിലെ യാത്രക്കാരെയും ജീവനക്കാരെയും നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ടെന്നും കൂടുതൽ പടരാതിരിക്കുവാനുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ആരോഗ്യ അധികൃതർ അറിയിച്ചു. കാനഡയിലെ ആരോഗ്യരംഗത്ത് ദയാവധം സർവ്വസാധാരണമായി മാറുകയാണെന്ന ആശങ്ക ശക്തമാകുന്നു. ചികിത്സയ്ക്കിടെ പലതവണ ദയാവധം നിർദ്ദേശിച്ചതായി ഒരു കത്തോലിക്ക പുരോഹിതൻ വെളിപ്പെടുത്തിയ സംഭവമാണ് പുതിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. കാനഡയിലെ ആരോഗ്യരംഗത്ത് ദയാവധം സർവ്വസാധാരണമായി മാറുകയാണെന്ന ആശങ്കകൾ ശക്തമാകുന്നു. ചികിത്സയ്ക്കിടെ പലതവണ ദയാവധം നിർദ്ദേശിച്ച സംഭവം ഒരു കത്തോലിക്ക പുരോഹിതൻ വെളിപ്പെടുത്തിയതാണ് പുതിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. വാങ്കൂവർ അതിരൂപതയിലെ 79-കാരനായ ഫാദർ ലാറി ഹോളണ്ടാണ് ഈ ഗുരുതര ആരോപണം ഉന്നയിച്ചത്. ക്രിസ്തുമസ് ദിനത്തിൽ വീണ് കാൽമുട്ട് പൊട്ടിയതിനെ തുടർന്ന് ചികിത്സയിൽ കഴിയുമ്പോഴായിരുന്നു സംഭവം. താൻ മരണാവസ്ഥയിലായിരുന്നില്ലെന്ന് വ്യക്തമാക്കിയ ഫാദർ ഹോളണ്ടിനോട് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്ത മാരകരോഗം ബാധിച്ച ആളുകളോട് ഇത് ചർച്ച ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ ദയാവധത്തെ ഒരു സാധ്യതയായി അവതരിപ്പിച്ചതായി അദ്ദേഹം പറഞ്ഞു. വൈദികൻ തദവസരത്തിൽ വളരെ അസ്വസ്ഥനായെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നു. നൈതികമായി ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടും ആഴ്ചകൾക്ക് ശേഷം ഒരു നഴ്സ് വീണ്ടും ദയാവധത്തെ കരുണയുടെ പ്രവൃത്തിയായി തനിക്ക് മുമ്പിൽ നിർദ്ദേശിച്ചതായും അദ്ദേഹം വെളിപ്പെടുത്തി. ദയാവധം യഥാർത്ഥത്തിൽ തെറ്റായ കരുണയാണെന്ന് വൈദികൻ കൂട്ടിച്ചേർത്തു. വേദനയും ബുദ്ധിമുട്ടുകളും നേരിടുമ്പോൾ മനുഷ്യർക്ക് ഇത്തരം ചിന്തകൾ വരുന്നത് സ്വാഭാവികമാണെന്ന് അദ്ദേഹം സമ്മതിച്ചു. എന്നാൽ ജീവിതത്തെ തിരഞ്ഞെടുക്കുന്നതാണ് ആത്മീയ വളർച്ചയും പുതിയ സാധ്യതകൾക്കും വഴിയൊരുക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഈ സംഭവത്തെ തുടർന്ന് ശക്തമായ പ്രതികരണങ്ങളുമായി കത്തോലിക്ക നേതാക്കളും രംഗത്ത് വന്നു. പ്രോലൈഫ് ചാപ്ലിനായ ഫാദർ ലാറി ലിൻ കാനഡയിലെ ദയാവധ സംവിധാനം അമാനുഷികവും സമ്മർദ്ദപരവുമാണെന്ന് ആരോപിച്ചു. 2016 നിയമപരമായി അനുവദിച്ചതിനു ശേഷം കാനഡയിൽ ദയാവധ കേസുകൾ വേഗത്തിൽ വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ രാജ്യത്ത് പ്രധാന മരണകാരണങ്ങളിൽ ഒന്നായി ഇത് മാറിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 2027 മാനസിക രോഗങ്ങൾ മാത്രമുള്ളവർക്കും ദയാവധം അനുവദിക്കുവാനുള്ള പദ്ധതികൾ കൂടി വരുന്നത് ആശങ്ക ഉയർത്തുകയാണ്. ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ സാധിക്കാത്ത അത്ഭുത പ്രതിഭാസത്തിന് വീണ്ടും സാക്ഷിയായി നേപ്പിൾസ്. വിശുദ്ധ ജാനുവരിയസിന്റെ രക്തം വീണ്ടും ദ്രാവകമായി. 3-ാം നൂറ്റാണ്ടിൽ രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധ ജാനുവരിയസിന്റെ രക്തത്തിന്റെ തിരുശേഷിപ്പ് നേപ്പിൾസിൽ എത്തിച്ചതിന്റെ വാർഷികത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും മെയ് മാസത്തിലെ ആദ്യ ഞായറിന് മുമ്പുള്ള ശനിയാഴ്ച ഈ അത്ഭുതം ആവർത്തിക്കാറുണ്ട്. നേപ്പിൾസ് ആർച്ച് ബിഷപ്പ് കർദിനാൾ ഡൊമിനിക്കോ ബറ്റാഗ്ലിയ അത്ഭുതം സ്ഥിരീകരിച്ചു. 3-ാം നൂറ്റാണ്ടിൽ ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധനാണ് വിശുദ്ധ ജാനുവരിയസ്. നേപ്പിൾസിന്റെ മെത്രാനായിരുന്ന അദ്ദേഹം ക്രിസ്തു വിശ്വാസത്തെ പ്രതി ശിരച്ഛേദം ചെയ്യപ്പെടുകയായിരുന്നു. വിശുദ്ധന്റെ രക്തം യൂസേബിയ എന്ന സ്ത്രീയാണ് കുപ്പിയിൽ ശേഖരിച്ചത്. പിന്നീട് അത് തിരുശേഷിപ്പായി സൂക്ഷിക്കുകയായിരുന്നു. അസംപ്ഷൻ ഓഫ് മേരി കത്തീഡ്രലിൽ തടിച്ചുകൂടിയ വിശ്വാസികൾക്ക് നേരെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിരുന്ന പേടകം ഉയർത്തി കാണിച്ചാണ് നേപ്പിൾസ് ആർച്ച് ബിഷപ്പ് കർദിനാൾ ഡൊമിനിക്കോ ബറ്റാഗ്ലിയ അത്ഭുത പ്രതിഭാസം വീണ്ടും ആവർത്തിച്ചതായി പ്രഖ്യാപിച്ചത്. വെള്ളത്തുണി വീശിക്കൊണ്ട് അത്ഭുത പ്രതിഭാസത്തിന്റെ ആവർത്തനം പ്രഖ്യാപിക്കപ്പെട്ടു. വർഷത്തിൽ 3 പ്രാവശ്യമാണ് പ്രസ്തുത അത്ഭുതം സംഭവിക്കാറുള്ളത്. വിശുദ്ധന്റെ തിരുനാൾ ദിനമായ സെപ്റ്റംബർ 19 വിശുദ്ധന്റെ തിരുശേഷിപ്പ് നേപ്പിൾസിൽ എത്തിച്ചതിന്റെ വാർഷികത്തോടനുബന്ധിച്ച് മെയ് മാസത്തിലെ ആദ്യ ഞായറിന് മുൻപുള്ള ശനിയാഴ്ച, വിശുദ്ധന്റെ മധ്യസ്ഥതയിൽ അത്ഭുതം നടന്ന ഡിസംബർ 16 എന്നിവയാണ് ആ ദിനങ്ങൾ. 98-ാം വയസ്സിൽ മാമോദിസ. 77 വയസ്സുള്ള മകൻ തലതൊട്ടപ്പൻ. വിർജീനിയ എഡ്സൺ വളരെ കാലമായി കാത്തിരുന്ന മാമോദിസ സ്ഥിരീകരണത്തിന്റെ ഹൃദയസ്പർശിയായ കഥ. 98-ാം വയസ്സിൽ മാമോദിസ.
77 വയസ്സുള്ള മകൻ തലതൊട്ടപ്പൻ. അമേരിക്കയിലെ ഓക്സ്നാഡ് നഗരത്തിലെ സാന്താ ക്ലാര ദേവാലയത്തിലാണ് ഹൃദയസ്പർശിയായ ഈ സംഭവം നടക്കുന്നത്. 98-കാരിയായ വെർജീനിയ എഡ്സൺ ഈസ്റ്റർ കാലഘട്ടത്തിൽ കത്തോലിക്ക സഭയിൽ അംഗമായി മാമോദിസ സ്വീകരിച്ചു. ഈ പ്രത്യേക നിമിഷത്തെ കൂടുതൽ വികാരഭരിതമാക്കിയത് അവരുടെ 77-കാരനായ മകൻ തന്നെ ഗോഡ്ഫാദറായി ഒപ്പമുണ്ടായിരുന്നതാണ്. കുടുംബ ബന്ധത്തിനപ്പുറം തലമുറകളിലൂടെ കൈമാറപ്പെട്ട വിശ്വാസത്തിന്റെ മനോഹര സാക്ഷ്യമായി ഈ നിമിഷം മാറി. ഏകദേശം ഒരു നൂറ്റാണ്ട് പിന്നിട്ട ജീവിതത്തിൽ മാമോദിസ സ്വീകരിക്കാതിരുന്നെങ്കിലും വിശ്വാസത്തിനുള്ള ആഗ്രഹം വെർജീനിയയുടെ ഹൃദയത്തിൽ എന്നും നിലനിന്നിരുന്നുവെന്ന് കുടുംബാംഗങ്ങൾ പറയുന്നു. കുടുംബത്തിന്റെയും ഇടവക സമൂഹത്തിന്റെയും പിന്തുണയോടെയാണ് അവർ ഒടുവിൽ ക്രൈസ്തവ വിശ്വാസ ജീവിതത്തെ പൂർണ്ണമായി സ്വീകരിക്കാൻ തീരുമാനിച്ചത്. ചടങ്ങിൽ പങ്കെടുത്തവർ ഈ നിമിഷം അതീവ സന്തോഷകരവും വികാരഭരിതവുമായിരുന്നുവെന്ന് പങ്കുവയ്ക്കുന്നു. ഭൗമികമായതിന് പ്രാധാന്യം നൽകുന്ന ഇന്നത്തെ ലോകത്തിൽ ദൈവത്തിന്റെ കരുണ സ്വീകരിക്കാൻ ഒരിക്കലും വൈകിയിട്ടില്ലെന്ന ശക്തമായ സന്ദേശമാണ് ഈ മാമോദിസ നൽകുന്നത്. ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും ദൈവകൃപ മനുഷ്യഹൃദയങ്ങളെ സ്പർശിക്കുമെന്ന സത്യത്തിന്റെ ഹൃദയസ്പർശിയായ ഓർമ്മപ്പെടുത്തലായി മാറുകയാണ് വെർജീനിയ എഡ്സന്റെ വിശ്വാസ സാക്ഷ്യം. ദൈവകൃപയുടെ വിളിക്ക് പ്രായമില്ലെന്ന സന്ദേശം ലോകത്തിനു മുന്നിൽ ശക്തമായി സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ് ഈ വയോധിക. കോങ്കോയിൽ ക്രൈസ്തവ കൂട്ടക്കൊല. കിഴക്കൻ കോങ്കോയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ബന്ധമുള്ള ഭീകരർ സിവിലിയൻ വേഷങ്ങളിലെത്തി കുടുംബാംഗങ്ങളുടെ മുന്നിലിട്ട് 60ഓളം ക്രിസ്ത്യാനികളെ കൊലപ്പെടുത്തി. കിഴക്കൻ കോങ്കോയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് സംഘടനാ ബന്ധമുള്ള സിവിലിയൻ വേഷങ്ങളിലെത്തിയ ഭീകരർ ക്രൈസ്തവരെ അവരുടെ കുടുംബങ്ങളുടെ മുന്നിലിട്ട് ക്രൂരമായി കൊല ചെയ്തു. കിഴക്കൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ നടന്ന രക്തരൂക്ഷിതമായ കൂട്ടക്കൊലയിൽ ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുള്ള അലൈഡ് ഡെമോക്രാറ്റിക് ഫോഴ്സാണ് 60ഓളം വരുന്ന ക്രൈസ്തവരെ കൂട്ടക്കുരുതിക്ക് ഇരയാക്കിയത്. 2025 സെപ്റ്റംബർ 8 രാത്രിയിൽ നോർത്ത് കിവു പ്രവിശ്യയിലെ എൻറ്റോയു ഗ്രാമത്തിൽ നടന്ന കൂട്ടക്കൊലയുടെ വിലാപ ചടങ്ങുകൾക്കായി ഒത്തുകൂടിയതായിരുന്നു പ്രദേശവാസികൾ. കൂട്ടക്കൊലയെ അതിജീവിച്ചവർ, കൊലപാതകങ്ങൾക്ക് സാക്ഷികളായവർ എന്നിവർ ഒത്തുകൂടിയ അനുശോചന പരിപാടിയിൽ പങ്കെടുത്തിരുന്ന ആളുകൾക്കിടയിലേക്ക് പ്രദേശവാസികളെന്ന വ്യാജേന തീവ്രവാദികൾ കയറിക്കൂടുകയായിരുന്നു. അക്രമികൾ മണിക്കൂറുകളോളം പ്രദേശവാസികളുമായി ഇടപഴകുകയും പിന്നീട് ഏകോപിതമായ ആക്രമണം അഴിച്ചുവിടുകയുമായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ആക്രമണം പെട്ടെന്നൊരു കൂട്ടക്കൊലയായി മാറുകയായിരുന്നു. രക്ഷപ്പെടാൻ ശ്രമിച്ചവരെ വെടിവെച്ച് വീഴ്ത്തുകയും മറ്റുള്ളവരെ കുടുംബങ്ങളുടെ മുന്നിൽ വെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. അക്രമികൾ ഗ്രാമത്തിലെ വീടുകൾക്കും വാഹനങ്ങൾക്കും തീയിട്ട് ചിലരെ ജീവനോടെ ചുട്ടെരിച്ചതായും ആംനസ്റ്റി ഇന്റർനാഷണൽ റിപ്പോർട്ടിൽ പറയുന്നു. ഡസൻ കണക്കിന് ക്രൈസ്തവരെ കൊന്നതായി പ്രഖ്യാപിച്ച് ADF പിന്നീട് ഉത്തരവാദിത്തം ഏറ്റെടുത്തു. നാളുകളായി കോങ്കോയിൽ നടക്കുന്ന കൂട്ടക്കൊലപാതകങ്ങളിൽ ഇരകളാകുന്നത് ഭൂരിഭാഗവും ക്രൈസ്തവരാണ്. ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുള്ള അലൈഡ് ഡെമോക്രാറ്റിക് ഫോഴ്സ് 1990കളിൽ അയൽരാജ്യമായ ഉഗാണ്ടയിൽ നിന്നാണ് ആരംഭിച്ചത്. എന്നാൽ പിന്നീട് ഉഗാണ്ടൻ സൈന്യം സംഘത്തെ തുരത്തിയതോടെ അവർ പിന്നീട് DRCയിലേക്ക് പലായനം ചെയ്തു. 2018 അവസാനത്തോടെ സംഘം ISനോട് ചേരുകയായിരുന്നു. ഇതിനുശേഷം ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളായി മാറിയതായി ആംനസ്റ്റി ഇന്റർനാഷണൽ പറയുന്നു. ഷെക്കേന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.